ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മുടെ അച്ചായൻ. അതായത് നമ്മുടെ തൊപ്പിയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ആളാണ് അച്ചായൻ എന്ന് പറയുന്നത്. അയാളുടെ പേര് സോജൻ എന്നാണ്, സോജൻ അച്ചായൻ. പുള്ളിക്കാരൻ്റെ കല്യാണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അച്ചായൻ്റെ കല്യാണം പെട്ടെന്നായിരുന്നു ഒരു കല്യാണം. അതിൻ്റെ വീഡിയോ ഒക്കെ വന്നപ്പോൾ ആദ്യമൊക്കെ നമുക്ക് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ശരിക്കും ഇത് കല്യാണം തന്നെയാണോ അതോ എന്തെങ്കിലും അഭിനയമാണോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പോയി. കാരണം പെൺകുട്ടി ഒരു അത്യാവശ്യം ഒരുപാട് പ്രായമൊന്നുമില്ല, അദ്ദേഹത്തെക്കാട്ടി കുറച്ച് പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ഈ അച്ചായൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വൈറലായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒന്ന് രണ്ട് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഈ അച്ചായൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ നമുക്ക് അറിയാവുന്നതാണ്, ഈ അച്ചായൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു ചികിത്സാ സഹായം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ അച്ചായൻ്റെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പൈസയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ കുറച്ച് നാളെ ആയുള്ളൂ, പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് കല്യാണം കഴിക്കുന്നു. അതിനുശേഷം ഭയങ്കരമായിട്ട് വീടൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല വീടും അതുപോലെ തന്നെ BMW കാറും ഒക്കെ ഉണ്ട്. അപ്പൊ അത്രയും ഒരു നല്ല ലെവലിൽ നിൽക്കുന്ന ഒരാളാണ്. അമ്മയ്ക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരോട് ചികിത്സാ സഹായം ഒക്കെ ചോദിച്ചത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ പുള്ളിയുടെ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം കുറച്ചധികം കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവരുടെ ഒന്ന് രണ്ട് ഇന്റർവ്യൂസും നമ്മൾ കണ്ടിരുന്നു. ജാങ്കോ സ്പേസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഇവരുടെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. ഇപ്പൊ അതൊന്നുമല്ല, ഇപ്പോൾ ഈ അച്ചായന്റെ തന്നെ വളരെ അടുത്തൊരു ബന്ധുവായിട്ടുള്ള ഒരു വ്യക്തി ഈ അച്ചായനെ കുറിച്ചിട്ട് പറയുന്ന കുറച്ച് വോയിസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് വേറൊന്നുമല്ല, ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ്. പെൺകുട്ടികളെ കല്യാണം കഴിക്കുക, എന്നിട്ട് എന്താ പറയുക, ഉപേക്ഷിക്കുക, അങ്ങനത്തെ ഒരു സ്ഥിരം പരിപാടിയാണ്. അതുപോലെ തന്നെ ഇയാളെ കുറിച്ച് ഭയങ്കരമായിട്ട് ഇയാൾ അത്ര നല്ലൊരു ആളല്ല, ഉഡായിപ്പാണ് എന്നുള്ള രീതിയിൽ ഇയാളുടെ അടുത്ത ഒരു ബന്ധു തന്നെ പറയുന്ന കുറച്ച് വോയിസ് റെക്കോർഡുകൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. എൻ്റെ പേര് ബിജു എന്നാണ്. ഞാൻ എൻ്റെ വീട് വയനാടാണ്. ഞാൻ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ എപ്പോഴും കാണാം നമ്മുടെ സോജൻ വർഗീസിന്റെ കല്യാണം കഴിഞ്ഞ ഇതും. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു. അവന് ഒരുപാട് ആൾക്കാരുടെ ജീവിതം തകർത്തിട്ടുള്ള ഒരാളാണ്. ഒന്നെൻ്റെ, പിന്നെ ഞാൻ അറിയുന്നത് തന്നെ കുറേ ആൾക്കാർ, കുറേ സ്ത്രീകൾ, സിനിമ പ്രൊഡ്യൂസറാണ്, അതാണ് ഇതാണ്, സിനിമാ നടനാണ് എന്നും പറഞ്ഞിട്ടാണ് ഇവൻ ഓരോരുത്തരെ നമ്പർ സംഘടിപ്പിച്ചിട്ട് വിളിക്കും. പിന്നെ ആ സ്ത്രീനെ വിളിക്കുന്ന അവൻ്റെ അമ്മയാണ് വിളിക്കുന്നത്. അവനൊരു കല്യാണം വേണം, അങ്ങനെ സ്വർണം വാങ്ങിയെടുക്കും, അവരുടെ കയ്യിലുള്ള പൈസ മേടിച്ചെടുക്കും, എന്നിട്ട് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി ഒരു താലി കെട്ടും, എന്നിട്ട് അവൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ നടത്തും. എന്നിട്ട് ഇവനൊന്നും മദ്രാസിൽ പോകുമെന്നും പറഞ്ഞ് ഇവനങ്ങ് പോവും. പിന്നെ ആ തള്ള ആ സ്ത്രീയെ ചവിട്ടി ഓടിക്കും. ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. വയനാട്ടിലുള്ളപ്പോഴാണ് പറയുന്നത്. ഞാനും വയനാട്ടുകാരനാണ്. അവൻ്റെ അമ്മാവൻ്റെ മോളെ കാണിച്ചിട്ട് അവൻ പലരോടും പൈസ മേടിച്ചിട്ട് എൻ്റെ അടുത്ത് നടക്കും. കല്യാണം കഴിക്കാൻ സുഖമില്ലാത്തൊരു കൊച്ചാണ്. ചെറുപ്പം തൊട്ടേ സുഖമില്ലാത്തൊരു കൊച്ചായിരുന്നു. അതിനെ ഇവൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇവനും എൻ്റെ അമ്മയും കൂടെ വയനാട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ കല്യാണാലോചന വന്ന് ആലോചിച്ചപ്പോഴേ ഇവൻ എന്നെ അളിയാന്നാ വിളിക്കുന്നത്. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് കുറെ പൈസയും വാങ്ങി, ആ പെണ്ണിന് കൊടുക്കാനാണെന്നും പറഞ്ഞ് മൊബൈലും മേടിപ്പിച്ചു. അതൊക്കെ അങ്ങനെ തിന്ന് ജീവിക്കുന്ന ഒരാളാണ് ഈ സോജൻ. ഒക്കെ തെളിവടക്കം എൻ്റെ കയ്യിലുണ്ട്, തെളിവടക്കമുണ്ട്. അങ്ങനെ ഇവൻ ഒരുപാട് ആൾക്കാരെ ജീവിതം തൊലച്ചിട്ട് ഇതേപോലെ പല സ്ത്രീകളെ അതെ ഇവനെ കല്യാണം നടക്കൂല എന്നറിയുന്ന പെണ്ണിന്റെ അപ്പന് വരെ കല്യാണം നടക്കൂല എന്നറിയുന്നതാണ്. ആ പെണ്ണിനെ വരെ ഇവൻ കൊണ്ടുവന്ന് ഇവര് നടത്തി കൊടുത്തു. വെച്ചാൽ ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി. അവന് കാറ് മേടിക്കണം, അങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് കുറെ പൈസ വാങ്ങിയിട്ടുണ്ട് അവൻ. അതുപോലെ തന്നെ വേറൊരു പെണ്ണും കൂടെ ഉണ്ട്. അതിനെ കാണിച്ചിട്ട് സർക്കാർ ജോലിക്കാരനാണ്, അവന്റെ കമ്പ്യൂട്ടർ, അവന്റെ കയ്യിൽ നിന്ന് കുറെ ലക്ഷങ്ങൾ. ഇങ്ങനെയാണ് അവര് വയനാട്ടിലുള്ളപ്പോൾ ജീവിച്ചുകൊണ്ടിരുന്നത്.
വയനാട്ടിലെ സ്ഥലമൊക്കെ വിറ്റ് എറണാകുളത്ത് ഇവിടെ ഉണ്ട്. കുറെ കാലത്തേക്ക് നമ്മൾ ഇതൊന്നും അറിയത്തുണ്ടായിരുന്നുണ്ടായില്ല. ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ അറിയുന്നത്. ഇതൊന്നും ഒരു പുത്തരിയല്ല. അവൻ ഒരുപാട് തെളിവടക്കം തരാം. തെളിവടക്കം ഉണ്ട്. നമ്മൾ വെറുതെ പറയുന്നതോ നമ്മൾ ഒരാളെ ഇൻസൾട്ട് ചെയ്യണമെന്ന് ഓർത്തിട്ടോ പറയുന്നതല്ല. തെളിവടക്കം. ഏഹ് എന്തായാലും ഞാനിപ്പോ വിദേശത്താണുള്ളത്. നാട്ടിൽ വരട്ടെ. തെളിവടക്കം ഞാനത് തരാം. ഇങ്ങനെയൊക്കെയാണ് ഈ തള്ള. അവന്റെ അമ്മ, തള്ള എന്ന് വെച്ചാൽ അമ്മ, ഈ അടുത്ത ദിവസം ഒരു മീഡിയയിൽ കണ്ടിരുന്നു, മദ്യപിക്കാറില്ല. മദ്യപിക്കാറൊന്നുമില്ല. വിദേശത്തൊക്കെ ഇങ്ങനെ നമ്മളൊക്കെ വരുമ്പോൾ നമ്മളെയൊക്കെ വിളിച്ച് പറയുമായിരുന്നു മദ്യം. ഉം. വോഡ്കയാണ് വേണ്ടത്. വോഡ്കയാണ് അവരുടെ ബ്രാൻഡ്. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു വിഷമം. അതുകൊണ്ട് നമ്മളൊക്കെ പ്രതികരിച്ച് പോകുന്നേ ഉള്ളൂ. അവൻ കള്ളു പിടിക്കാറില്ല, പെണ്ണ് പിടിക്കാറില്ല, ഒന്നുമില്ല. തെളിവ് ഞാൻ തരാം. എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി, ഞാൻ തരാം തെളിവ്. ഓക്കെ. സോജൻ ഒരുപാട് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ല. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, ആരെ പറ്റിച്ചായാലും ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയായിട്ട് നടക്കുന്ന ഒരാളാണ്. കുറെ കാലം അവന്റെ അമ്മാവന്റെ 2 പെൺമക്കളുണ്ടായിരുന്നു. അവരെ വെച്ചോണ്ടായിരുന്നു പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്താ വെച്ചാല് ഇളയ പെണ്ണിനെ കെട്ടിയത് ഒരു സർക്കാർ ജോലിക്കാരൻ. മൂത്ത പെണ്ണിനെ കെട്ടിയ ആള് ഞാൻ. അതായത് ഗൾഫിലാണുള്ളത്. ആദ്യം കല്യാണം കഴിച്ചത് അനിയത്തിനെയാണ്. അനിയത്തിനെ സർക്കാർ ജോലിക്കാരനായതുകൊണ്ട് മാസം അവന്റെ പൈസ അവന്റെ വീട്ടിൽ പോയി അവന്റെ കമ്പ്യൂട്ടർ എടുക്കുക, ലാപ്ടോപ്പ് എടുത്തിട്ട് പോവുക. കുറെ കാലം അവനെ കൊണ്ട് ജീവിച്ചു. അത് കഴിഞ്ഞ് കെട്ടിയത് ഞാൻ. പെങ്ങൾക്ക് മൊബൈൽ വേണം, പൈസ കുറെ വേണം, ഒരുപാട് പൈസകൾ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് അവൻ തിന്ന് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ നമ്മൾ എന്താ പറയണ്ടേ? തെളിവാണല്ലോ നമുക്ക് എന്തിനും വേണ്ടത്. തെളിവടക്കം തരാം. അവന് പൈസ അയച്ചു കൊടുത്തതിൻ്റെയും ഒക്കെ രേഖകൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. മൊബൈൽ വാങ്ങിയതിൻ്റെ ബില്ലും എല്ലാം ഇപ്പോഴും ഇരിപ്പുണ്ട് എൻ്റെ കയ്യിൽ. നമുക്ക് ഒരു കാലത്ത് ആവശ്യം വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവന്റെ അച്ഛൻ ഏതോ കാലത്ത് മരിച്ചു പോയതാണ്. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അവന്റെ അപ്പം മരിച്ചിട്ട് സുഖമില്ലാത്തതുകൊണ്ടാണ്, ഹോസ്പിറ്റലാണെന്നും പറഞ്ഞിട്ടാണ് പൈസ മേടിച്ചെന്നോട്. കല്യാണാലോചന വന്നതേ ഉള്ളൂ, അന്നേരത്തേക്ക് അവൻ എന്നോട് പൈസ മേടിച്ചു ചോദിച്ചു. അവന്റെ അച്ഛന് സുഖമില്ലെന്നും പറഞ്ഞു. നമ്മളറിയില്ലല്ലോ, നമ്മൾ വിദേശത്താണ്, നമ്മൾ ഖത്തറിലാണുള്ളത്, ഗൾഫിലാണ്. അപ്പം നമ്മളറിയത്തില്ല, നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ഒന്നും തപ്പാൻ പോയില്ല. ഒരാൾ സുഖമില്ല, ഹോസ്പിറ്റലാന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെയാണ് അറിയുന്നത് ഇവൻ പക്ക ഫ്രോഡാണ്. പിന്നെ ഇവന് പൈസ കുറെ മേടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കൊടുക്കാതെയായി. ഇതൊക്കെ സത്യമാണ്. അവൻ ഒരുപാട് സ്ത്രീകളെ പല അമ്പലങ്ങളിലും വെച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയുള്ള ഒരു പെണ്ണ്, പേര് ഞാൻ പറയുന്നില്ല, പത്തനംതിട്ടയുള്ള ഒരു പെണ്ണ്, എറണാകുളത്തുള്ള ഒരു സ്ത്രീ, അങ്ങനെ പലരും ഉണ്ട്. സിനിമ പ്രൊഡ്യൂസറാണ്, സിനിമാ നടനാണ്, അതും പറഞ്ഞിട്ടാ വിളിക്കുക. അത് കഴിഞ്ഞ് പിന്നെ വിളിക്കുന്നത് അവന്റെ അമ്മയായിരിക്കും. മനുഷ്യരായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ഉളുപ്പ് വേണ്ടേ? ഇതൊക്കെ ഈ ചാവുമ്പോ ഒന്നും കൊണ്ടുപോകുന്നൊന്നുമില്ലല്ലോ. ജോലി ചെയ്ത് ജീവിക്കാനുള്ള തണ്ടും തടി ഉണ്ടല്ലോ അതിനൊക്കെ. നാട്ടുകാരെ ഊമ്പിച്ച് ജനങ്ങളെ പറ്റിച്ച് ജീവിച്ചിട്ട് എന്ത് കിട്ടാന്? എന്നിട്ട് അവൻ കുറെ വീഡിയോ ഇടും. ഇതൊക്കെ തന്നെയാണ് അതിന് പറ്റിയത്. എന്താ പറയാ, നശിച്ച ജന്മം എന്ന് പറയില്ലേ, അതാണ് അവര്. അത്ര മാത്രമേ പറയാറുള്ളൂ നമ്മൾ ഇതിനോടൊക്കെ. നമ്മൾ പറയുന്നൊക്കെ സത്യമാണ്. നമുക്ക് നുണയൊന്നും വേണ്ട, തെളിവടക്കം തരാം. നമുക്കിപ്പോ ഇതിന്റെ നുണ പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടാൻ? ഞാൻ അവന്റെ പെങ്ങളെ കല്യാണം കഴിച്ച ആളാണ്. അതുപോലെ അതിൽ കൂടുതൽ തെളിവ് നിങ്ങൾക്ക് വേണോ ഇനി? എല്ലാവരും വളരെ വ്യക്തമായിട്ട് കേട്ടല്ലോ. അച്ചായൻ്റെ വളരെ അടുത്ത ഒരു ബന്ധു തന്നെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. അതായത് ഈ അച്ചായൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല രീതിയിൽ ആരോഗ്യവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. നല്ല രീതിയിൽ അധ്വാനിച്ച് ജോലി ചെയ്ത് ജീവിക്കാനുള്ളതിന് ഇതുപോലുള്ള ഒരുപാട് ഉടായ്പകളും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് അയാൾ ജീവിക്കുന്നതെന്നും ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാറുണ്ട്. അതുപോലെ തന്നെ ഈ പെണ്ണ് കേസാണെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ പല അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോയി കല്യാണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ ദുശീലങ്ങളും ഉള്ള ഒരാൾ തന്നെയാണ് ഈ പറയുന്ന അച്ചായൻ എന്നാണ് പറയുന്നത്, സോജൻ അച്ചായൻ.
പക്ഷേ ഈ അച്ചായൻ്റെ അമ്മ പറയുന്നുണ്ട് മകൻ നല്ല ഒരു മകനാണ്, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാലും ഇപ്പോൾ വളരെ അടുത്തൊരു ബന്ധു തന്നെയാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പല പ്രാവശ്യം ഈ പറയുന്ന അച്ചായന് പൈസ അയച്ചു കൊടുത്തതിൻ്റെ ഫുള്ള് തെളിവുകൾ സഹിതം ആ ഒരു പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തെളിവുകൾ അദ്ദേഹം പുറത്തു വിടുമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം എന്തായാലും ഈ ഒരു കാര്യത്തിൽ നമുക്ക് വളരെ ഇത് എന്താ പറയുക, സത്യസന്ധമാണോ അല്ല ഇത് സത്യമാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ബന്ധു തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പറയേണ്ട ആരാണ്? സോജൻ അച്ചായൻ തന്നെ പറയണം. അച്ചായൻ ഇപ്പോൾ ഭയങ്കര തിരക്കിലായിരിക്കും, കാരണം കല്യാണം കഴിഞ്ഞുള്ളൂ, മധുതും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്തായാലും ഇങ്ങനെയൊന്നും അച്ചായൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ചായൻ ഇതിന് മറുപടി പറയുവാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബന്ധു പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള പ്രേക്ഷകർക്ക് വിശ്വസിക്കേണ്ടി വരും. കാരണം എന്തൊക്കെയോ ഒരു ഉടായ്പകൾ നമുക്കും തോന്നിയിട്ടുണ്ട്. കാരണം അമ്മയുടെ ചികിത്സയ്ക്ക് പൈസ വേണമെന്ന് പറയുന്നു, അങ്ങനെ പൈസയൊക്കെ കൊടുക്കുന്നു, അങ്ങനെ അമ്മയുടെ ചികിത്സയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നു. അതിനുശേഷം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കല്യാണം, അതും ഇയാളെ കാട്ടി ഒരുപാട് ചെറിയൊരു പെൺകുട്ടിയാണ്. എന്നിട്ട് ഒരുമാതിരിയൊക്കെ ഭയങ്കര വേഷം കെട്ടലുകളും കാര്യങ്ങളും. അതിനുശേഷം BMW കാറിൽ പോകുന്നു, മറ്റത് എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല. എന്തായാലും ഇപ്പം ഇങ്ങനൊരു ആരോപണം നമ്മുടെ അച്ചായനെതിരായിട്ട് ഒരു ബന്ധു തന്നെ രംഗത്ത്, പുള്ളിക്കാരൻ്റെ വോയിസ് അടക്കം പുള്ളി രംഗത്ത് വിട്ടിരിക്കുക. ഇനിയും തെളിവുകൾ വേണമെങ്കിൽ തെളിവുകൾ സഹിതം അദ്ദേഹം പുറത്തുവിടാൻ തയ്യാറാണ്. എന്തായാലും ഇതിനെതിരായിട്ട് അച്ചായൻ പ്രതികരിക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയാം.